അപ്പം നമ്മളിതാ പുതിയ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതെന്താണ് ഒരു ട്രഡീഷണൽ ലുക്ക് അല്ല അറ്റയർ എന്നല്ലേ. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഗുരുവായൂരാണ്. ഗുരുവായൂർ നമ്മൾ വെളുപ്പിനെ ഇപ്പോൾ ഒരു 4-4:30 ആയിട്ടുണ്ട്. അപ്പോൾ അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് റെഡിയായി നിൽക്കുകയാണ്. ഞാൻ ദാ എൻ്റെ ഔട്ട്ഫിറ്റ് ഒന്ന് കാണിച്ചു തരാം. കാരണം അമ്പലത്തിലോട്ട് പോകുമ്പോഴത്തേക്ക് നമുക്ക് എന്താ പറയുക, ഫോണൊന്നും എടുത്തിട്ട് പോകാൻ പറ്റില്ലല്ലോ അല്ലേ, പിന്നെ നമ്മളത് കീപ്പ് ചെയ്യാനൊക്കെ പാടാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ എൻ്റെ ഔട്ട്ഫിറ്റ് ഒന്ന് കാണിച്ചു തരാം. ഒരുപാട് കാലത്തിന് ശേഷം ഇങ്ങനെ ഒരു ധാവണി ലുക്കിലുള്ള ഒരു സംഭവം ഇട്ടേക്കാണ്. ഇതാണ് ഇന്നത്തെ ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത്. അപ്പം ഞങ്ങൾ ഏട്ടനും ഞാനും ശ്രീയും പിന്നെ ഏട്ടൻ്റെ അനിയന് ഫാമിലിയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും കൂടാണ് വന്നേക്കുന്നത്. എന്തായാലും ഒരു ട്രാവൽ വ്ളോഗ് ആയിരിക്കും. ഫസ്റ്റ് നമ്മളിപ്പോൾ ഗുരുവായൂർ ആണ് എത്തിയേക്കുന്നത്. അപ്പോൾ നമ്മളിതാ അമ്പലത്തിൽ പോയി തൊഴുതിട്ട് തിരിച്ചു വന്നു. ഇതിൻ്റെ ഇടയ്ക്ക് ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അറിയാമല്ലോ, നമ്മൾ ഗുരുവായൂർ വരുമ്പോഴത്തേക്ക് എന്തായാലും ഭയങ്കര തിരക്കായിരിക്കും. പെട്ടെന്ന് റെഡിയായി പോയി തിരിച്ചു വന്നു, തൊഴുതിട്ട് തിരിച്ചു വന്നു. രാവിലെ സൂര്യൻ ഉദിക്കുന്നതിന് മുന്നേ പോയതാണല്ലേ. പിന്നെ ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് സൂര്യൻ ഉദിക്കാറായി. അപ്പം നമ്മളിതാ ഇനി നമ്മളുടെ കോസ്റ്റ്യൂം കാര്യങ്ങളെല്ലാം ചേഞ്ച് ചെയ്തിട്ട് പിന്നെ കാണാം. ഹലോ, വ്ലോഗ് തുടങ്ങുമ്പോഴേ അങ്ങ് അലക്കി വാങ്ങ്. ചുമ്മാ കേട്ടോ, എന്തെങ്കിലുമൊക്കെ പറയണേ. ഹലോ, ഇപ്പൊ 2 പ്രാവശ്യത്തെ ഹലോ, ഇനി ഒരേ ഹലോ. വിളിച്ചിട്ട് ആരും വരുന്നില്ലെന്ന്. ഹലോ, അപ്പോ ഞാൻ കഴിഞ്ഞ ഒരു ക്ലിപ്പിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മള് ഗുരുവായൂർ അമ്പലത്തിൽ തൊഴാൻ വന്നിട്ടുണ്ടായിരുന്നു എന്ന്. അപ്പോൾ അവിടുന്ന് ഇറങ്ങിയിട്ട് നമ്മളൊരു കുഞ്ഞൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മളുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് അതിരപ്പള്ളി വാട്ടർഫാൾസ് ആണ്. നമ്മൾ ഇപ്പം എല്ലാവരും അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ 4 പേരും 2 കുട്ടിപ്പട്ടാളങ്ങളുമാണ് ഞങ്ങളുടെ കൂട്ടത്തിലുള്ളത്. ഫ്രണ്ടിൽ 2 പേര് ഇപ്പോൾ ഉണ്ട്, കാണിച്ചു തരാം. വളരെ ദയനീയാവസ്ഥയിൽ ഇരിക്കുന്ന 2 പേർ. ഹായ് കാണിക്കൂ. ഹായ് ഹായ് ഏട്ടാ. ഹായ്, അത് ഗാംഭീര്യം നിറഞ്ഞ ഹായ് ആണ്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ സ്പോട്ടിൽ എത്തിയിട്ട് കാണാം. ഒരുപാട് നമ്മൾ കത്തിവെച്ച് കൊളാക്കുന്നില്ല, അവിടെ എത്തിയിട്ട് നമുക്ക് കാണാം. സൂപ്പർ. നമ്മൾ ഈ വീഡിയോയിൽ എടുക്കുമ്പോഴത്തേക്കിന് നോർമൽ തെങ്ങ് പോലെ ഉണ്ട്, പക്ഷെ അല്ലാതെ കാണുമ്പോൾ നല്ല രസമുണ്ട്. നമ്മള് ഇങ്ങോട്ട് പോകുന്ന വഴിയിൽ കണ്ടാണ് നല്ല ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചയാണ്. നിറച്ച് പാം ട്രീ. അത് തന്നെ, പാം ട്രീ നല്ലതുപോലെ വളർന്നു നിൽപ്പുണ്ട്. അപ്പം ഈ ഒരു ഏരിയ കാണുമ്പോഴത്തേക്ക് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണുന്നതിനേക്കാൾ ഭംഗിയാണ്. ഭയങ്കര ഒരു തണലുള്ള ഒരു സ്പേസ്. അപ്പോൾ ഇവിടെ നമ്മൾ ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് നിർത്തിയപ്പം ഇവിടെ ഉള്ളവരൊക്കെ പറയുന്നത് ആന ഇവിടെ വരാറുണ്ട്, ആന ക്രോസ് ചെയ്യുന്ന ഏരിയ ആണ് എന്ന് പറയുന്നുണ്ട്. മേ ബി ഈ പനയോളയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ അധിക സമയം നിന്നില്ല, പെട്ടെന്നങ്ങ് കയറി. നല്ല ഭംഗിയാണ്. അതിൻ്റെ അപ്പുറത്തൂടെ ഒരു നല്ല അരുവിയൊക്കെ ഒഴുകി പോകുന്നുണ്ട്. ഇത് കുറേ ഉണ്ടെന്ന് തോന്നുന്നല്ലേ. അത് അവിടെ ചെല്ലുമ്പോൾ വിളിക്കാം. നമ്മളങ്ങോട്ട് പോകുന്ന വഴിയിൽ ഒരു ചെറിയൊരു വെള്ളച്ചാട്ടം കണ്ടേ. അപ്പോൾ അവിടെ ഒന്ന് ഇറങ്ങി. എല്ലാവരും ഇവിടോട്ട് ഇറങ്ങുന്നുണ്ട്. അത്യാവശ്യം നല്ല ഭംഗിയുണ്ട്, കുറച്ച് ഏരിയ ഉണ്ട്. അപ്പോൾ പമ്പ് ഹൗസിലോട്ടൊന്നും ഇവിടെ ഉള്ളിലോട്ട് പ്രവേശിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലാതെ എല്ലാവരും വരുന്നുണ്ടേ. അപ്പോൾ നമുക്കിതൊന്ന് കണ്ടിട്ട് പോകാം. അവിടെ അല്ല മോനെ, അവിടെ അല്ല, അങ്ങട് ഓടി വയ്യായോ. നമ്മൾ ഇച്ചിരി അല്ലേ നടന്നുള്ളൂ. അവിടെ നിൽക്ക്, അമ്മ പിടിക്കാം.
തന്നെ പോവല്ലേ. ഇത് വെള്ളച്ചാട്ടം അല്ല, വെള്ളം ഇങ്ങനെ ഒഴുകി പോകുന്ന അരുവി. വെള്ളച്ചാട്ടം നമ്മളിനി വലിയ വെള്ളച്ചാട്ടത്തിന്റെ അടുത്തോട്ടാ പോകാൻ പോകുന്നത്. വാ, ശ്രീയോ നമ്മൾ ആ അരുവിയുടെ തിട്ടയിലോട്ട് വന്നപ്പോൾ നല്ല കാറ്റുണ്ട്. അവിടെ കുറച്ച് മരങ്ങൾ നിൽക്കുന്നുണ്ട്. ആ ഒരു നിൽക്കുന്ന ഏരിയയിൽ നല്ല തണലും ഉണ്ട്. ഇതിൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ നല്ല രസമുണ്ട്. പിന്നെ ഇച്ചിരി അങ്ങോട്ട് നീങ്ങുമ്പോഴത്തേക്ക് വെയിലുണ്ട്. വെയിലൊന്നും ആരും മൈൻഡ് ചെയ്യുന്നില്ല. നല്ല വ്യൂ ആണിതാ. ആ അരുവിയുടെ അവിടെ നിന്ന് നേരെ നോക്കുമ്പോഴത്തേക്കിന് വലിയൊരു ഹില്ലാണ് നമ്മൾ കാണുന്നത്. ഇരിക്കാനായിട്ട് നല്ല സ്പേസ് ഉണ്ട്. ഒരുപാട് പേര് വരുന്നുണ്ടേ. ഞാൻ ഇവിടെ ഈ ഒരു അരുവിയിൽ കാലൊക്കെ ഇട്ട്, വെള്ളത്തിൽ കാലൊക്കെ ഇട്ട് ഇതാ ഇവിടെ ഇരിപ്പുണ്ട്. നല്ല തണുപ്പുള്ള വെള്ളമാണ്. ഭയങ്കര രസമുണ്ട്. അത്യാവശ്യം ചെറിയ ഒഴുക്കുണ്ട്. നല്ല സ്പീഡിലാണ് വെള്ളം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. വ്യൂ ആണ് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള അട്രാക്ഷൻ എന്ന് പറയുന്നത്. ഇതാ ഇവിടെ ഫോട്ടോ സെക്ഷൻസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണേ. അപ്പോൾ നമ്മൾ ആ അരുവിയുടെ അവിടെ കുറച്ച് ഇരുന്നിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ട് കേട്ടോ. നല്ലൊരു എക്സ്പീരിയൻസാണ്. അപ്പോൾ ഇവിടെ അതിരപ്പള്ളിയിൽ വരുന്നവർ എന്തായാലും ഈ ഒരു കുഞ്ഞ് അരുവിയിൽ ഇറങ്ങിയിട്ട് പോകണം. വന്നിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ മിസ് ചെയ്തിട്ടുള്ളവർ മാക്സിമം മിസ് ചെയ്യാതിരിക്കാൻ നോക്കുക. നല്ലൊരു കാമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ്. എനിക്ക് തോന്നുന്നു വന്നിട്ടുള്ളവർ ഈ വഴി പോകുമ്പോൾ, പാസ് ചെയ്ത് പോകുമ്പോൾ കാണുന്ന കുറച്ച് ആൾക്കാർ ഇവിടെ ഇറങ്ങുന്നുണ്ട്. അപ്പം നമ്മൾ കുഞ്ഞ് അരുവിയല്ലേ എന്ന് വിചാരിച്ചിട്ട് ചിലർ സ്കിപ്പ് ചെയ്ത് വിടും. അപ്പോൾ അങ്ങനെ സ്കിപ്പ് ചെയ്ത് വിടാതിരിക്കുക. കാരണം നല്ല രസമുണ്ട്. ഭയങ്കര ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ഞാൻ അപ്പുറത്തെ സൈഡിൽ നിന്ന് ഇതാ ഇവിടെ കുറച്ചുകൂടി ഈ ഒരു സൈഡിൽ ഇറങ്ങാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ശ്രീയും ഏട്ടനും കൂടി ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇവിടെ കിടന്ന് കൈയൊക്കെ പൊക്കി കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരെ ഒന്ന് നോക്കി തപ്പി ഇറങ്ങിയതാണ് ഞാൻ. നോക്കാം. ഞാനിപ്പോൾ ഫസ്റ്റ് ടൈമാണ് അതിരപ്പള്ളി വരുന്നത്. എല്ലാവരും ഒരുപാട് വട്ടമൊക്കെ വന്നിട്ടുള്ള സ്ഥലമായിരിക്കും എന്നറിയാം. പക്ഷെ ഞാനങ്ങനെ വന്നിട്ടില്ല. ഫസ്റ്റ് ടൈമാണ് വരുന്നത്. അപ്പോൾ എന്താ പറയുക, വന്നിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ വരാൻ നോക്കുക. അതിരപ്പള്ളി മെയിൻ വാട്ടർഫോൾ നമ്മൾ കണ്ടില്ല. കണ്ടിട്ട് അതിൻ്റെ എക്സ്പീരിയൻസ് പറയാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. രണ്ട് സാധനങ്ങൾ ഞങ്ങളുടെ കൂട്ടത്തിൽ കൂടാതെ വെള്ളത്തിലിറങ്ങി ഇരിപ്പുണ്ട്. ഇനി ഞങ്ങൾ വണ്ടിക്കകത്തും കയറ്റത്തില്ല, എങ്ങും കയറ്റത്തില്ല. ഇല്ല, ഇനി വണ്ടി കയറ്റത്തില്ല. ഇനി നടന്നു വരണം അവിടോട്ട്. ഇവിടെ നിന്ന് ഇവിടെ വരെ അല്ല, ആതിരപ്പള്ളി വരെ നടന്നു പോവാ. ഒഴുക്ക ഈ പോലീസിനെ ഫോണിൽ കൂടെ കാണാൻ പറ്റുന്നില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ അതിരപ്പള്ളി വാട്ടർഫാൾസിന്റെ അവിടെ എത്താറായി. പക്ഷെ അതാ നോക്കുള്ളൂ, അവിടെ വാട്ടർഫാൾസ് ഉണ്ട്. നമുക്ക് അവിടെ ഒരു വാട്ടർഫാൾ വ്യൂ ചെയ്യുന്ന പോയിന്റ് ഉണ്ടായിരുന്നു. അവിടെ എങ്ങും പാർക്ക് ചെയ്യാൻ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നേരിട്ട് വാട്ടർഫാൾ പോയി കാണാമെന്ന് വിചാരിച്ചു. അപ്പം അവിടെ നമ്മൾ പാർക്കിങ്ങിൽ വന്നപ്പോഴും അവിടെ എങ്ങും പാർക്കിംഗ് സ്പേസ് ഇല്ല. അപ്പോൾ ഏട്ടൻ ഞങ്ങളുടെ അടുത്ത് പറയുന്നുണ്ട്, നിങ്ങൾ ഇവിടെ ഇറങ്ങിക്കോ, ഞാൻ പോയി പാർക്ക് ചെയ്തിട്ട് വരാമെന്ന്. പക്ഷേ ഈ ഒരു പാർക്കിങ്ങിൻ്റെ തിരക്ക് കണ്ടിട്ട് പിന്നെ നമ്മൾ ഒത്തിരി സമയം പിന്നെ ഏട്ടനെ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടി വരും. എങ്കിൽ പിന്നെ എല്ലാവരോടും ഒന്നിച്ച് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ അതിരപ്പള്ളി വാട്ടർഫാൾസിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ എത്തിയപ്പോൾ ഉള്ള പ്രധാന പ്രശ്നം എന്ന് പറയുന്നത്, ഇതിപ്പം ഓണം വാട്ടർഫാൾസ് എന്നാടാ പറഞ്ഞത്. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഓണം വെക്കേഷനൊക്കെ ആയതുകൊണ്ട് ഭയങ്കര തിരക്കാണ്. നമ്മൾ ആ ഒരു ടിക്കറ്റ് എടുക്കുന്ന ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടെ നിന്ന് ഇപ്പോൾ ഒരു 2-3 കിലോമീറ്ററിന് മേലെ ഫ്രണ്ടിലോട്ട് വന്നിട്ടാണ് വണ്ടി പാർക്ക് ചെയ്തേക്കുന്നത്. അത്രയും ഏരിയ നമുക്കിനി തിരിച്ച് നടന്നു പോകാനുണ്ട്. എങ്കിലേ നമുക്കത് കാണാൻ പറ്റത്തുള്ളൂ. പിന്നെ അവിടെ ചെന്നിട്ട് എല്ലാവർക്കും അറിയാമല്ലോ, താഴോട്ട് ഒരുപാട് ഇറങ്ങിയാലേ നമുക്ക് വാട്ടർഫാൾസിൻ്റെ ആ ഒരു വ്യൂ കാണാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. എല്ലാവരും ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്. കാരണം നമ്മൾ പ്രത്യേകിച്ച് പിള്ളേരെയും കൊണ്ട് വന്നിട്ടുള്ളത് കൊണ്ട് നമ്മൾ ഇവിടുന്ന് ഒരു 2.5-3 കിലോമീറ്റർ നടന്നിട്ട്
പിന്നെ അവിടുന്ന് താഴെ ഇറങ്ങി പിന്നെ തിരിച്ച് കയറി പിന്നെ ഇത്രയും കിലോമീറ്റർ നടക്കണോ വേണോ പോണോ അത് സ്കിപ്പ് ചെയ്തിട്ട് പോണോ എന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ വരെ വന്നതുകൊണ്ട് എന്തായാലും കാണാമെന്ന് വിചാരിച്ചത്. അങ്ങനെ ഫൈനലി ഞങ്ങൾ പോയി കാണാൻ തീരുമാനിച്ചു. അപ്പം നമുക്ക് ജസ്റ്റ് പോയിട്ട് വരാം. ഇനി നടന്ന് ക്ഷീണിച്ച ഏതവസ്ഥയിലായിരിക്കും വീഡിയോ എടുക്കുന്നതെന്ന് അറിയത്തില്ല. എങ്കിലും നമുക്ക് നോക്കാം. അപ്പം അങ്ങനെ ഫൈനലി ഞങ്ങൾ നടക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഒരു കുരങ്ങും കുഞ്ഞിനും കൊണ്ടിരിക്കുന്നുണ്ട്. എന്റെ ഫോണ് തട്ടിയെടുക്കല്ലേ കേട്ടോ. ഈ കാണുന്ന വഴിയിൽ 2 സൈഡിലും കാണുന്ന വണ്ടികൾ ഫുള്ള് നമ്മളുടെ ഈ ഒരു വാട്ടർഫോൾ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇങ്ങനെ ഒരു ഗ്യാപ്പ് പോലും ഇല്ലാത്ത രീതിയിൽ ഫുള്ള് കൺജസ്റ്റഡ് ആയിട്ട് ഒരു 2 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ഇത്രയൊരു തിരക്ക് നമ്മൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തില്ലായിരുന്നു. എത്രത്തോളം നമുക്ക് നടക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. നമുക്ക് നോക്കാം. നമ്മളങ്ങനെ കുറച്ച് നടന്ന് ക്ഷീണിച്ചതാ. ഇവിടെ പകുതി വഴിയിൽ വന്നിരിപ്പുണ്ട്. പകുതി ആയിട്ടില്ല, കുറച്ചേ ആയിട്ടുള്ളൂ. ഇനി ഒരുപാട് നടക്കാനുണ്ട്. എന്നെ വെള്ളത്തിടണോ? കാശി അങ്ങനെ പറഞ്ഞോ? കാശിയെ ആദ്യം നിന്നെടുത്തിടും, പിന്നെ ഞാൻ വീഴത്തുള്ളൂ. അങ്ങനെ ഫൈനലി നമ്മൾ നടന്ന് നമ്മളുടെ അതിരപ്പള്ളി വാട്ടർഫോൾസിൻ്റെ എൻട്രൻസിലെത്തിയേക്കാണ്. ഇനി ഇവിടെ വന്നിട്ട് നമ്മൾ ടിക്കറ്റ് കൗണ്ടറുണ്ട്. ഇവിടെ ടിക്കറ്റ് കൗണ്ടറിൽ വന്നിട്ട് നമ്മൾ ടിക്കറ്റ് എടുക്കണം. അപ്പം ടിക്കറ്റ്സ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ടിക്കറ്റ്സിൻ്റെ റേറ്റ്സ് കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് ടിക്കറ്റ് റേറ്റ്സ്. നമ്മൾ അഡൾട്ട്സിനാണെങ്കിൽ 50, അതേപോലെ തന്നെ കുട്ടികൾക്കാണെങ്കിൽ 10, വിദേശികൾക്കാണെന്നുണ്ടെങ്കിൽ 200. ആ ഒരു രീതിയിലാണ് ഇവിടെ ടിക്കറ്റ് ചാർജസ് വരുന്നത്. ഇനി ഇവിടുന്ന് നമ്മൾ കുറച്ചധികം നടക്കാനുണ്ട്. ആദ്യം നമ്മൾ ഇതുപോലത്തെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള വഴിയിൽ കുറേ നടക്കണം. അതിന് ശേഷം നമുക്ക് കുത്തനെയുള്ള സ്റ്റെപ്പായിട്ടുള്ള ഇറക്കമാണ് വരുന്നത്. അങ്ങനെ നമ്മൾ നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. സൈഡിൽ രണ്ടും നല്ല മരങ്ങളും തണലുകളും ഉള്ളതുകൊണ്ട് വെയിലിൻ്റെ പ്രശ്നമൊന്നും വരുന്നില്ല. നടന്ന് ക്ഷീണിച്ച് വന്നപ്പോൾ കൊണ്ട് ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു നാരങ്ങ വെള്ളമൊക്കെ കിട്ടുന്നൊരു കട കണ്ട്. പിന്നെ ഒന്നും ആലോചിച്ചില്ല, എല്ലാവരും ദാഹിച്ച് വലഞ്ഞ് നിൽക്കുന്നതുകൊണ്ട് നമ്മൾ ലൈം ജ്യൂസ് കഴിക്കാൻ വേണ്ടിയിട്ട് അവിടോട്ട് ഇച്ചിരി ഒന്ന് താഴോട്ട് ഇറങ്ങണം. അപ്പോൾ അവിടെ ഇറങ്ങി 20 രൂപയാണ് ഒരു ലൈം ജ്യൂസിന് വരുന്നത്. സോഡ ലൈം അല്ല, നോർമൽ ലൈംസാണ് വരുന്നത്. അങ്ങനെ കിട്ടിയ പാടെ എല്ലാവരും ആക്രാന്തത്തോടെ ലൈം ജ്യൂസ് കുടിക്കുകയാണ്. കാരണം അത്രയും എല്ലാവരും ടയേർഡായിരുന്നു. നമ്മൾ ഓൾറെഡി ഒരു 2-3 കിലോമീറ്റർ നടന്നിട്ടാണ് വന്നത്. എഗെയിൻ പിന്നെയും നടക്കുകയാണ്. അപ്പോൾ ഇനി താഴോട്ട് ഇറങ്ങാൻ ശേഷി വേണമെങ്കിൽ എന്തെങ്കിലും വെള്ളം കുടിച്ചേ പറ്റത്തുള്ളൂ എന്നുള്ള അവസ്ഥയായിരുന്നു. അങ്ങനെ വെള്ളം കുടിച്ചു. അവിടെ നിന്ന് പിന്നെയും കുറേ നമ്മൾ നടന്ന് ഫ്രണ്ടിലോട്ട് വന്നപ്പോഴത്തേക്ക് നമുക്കവിടെ പുഴ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതായിരിക്കും വ്യൂ. പക്ഷേ ഒഴുകുന്ന കാണുന്നില്ലല്ലോ. നേരെ താഴോട്ട് നോക്കിയപ്പോൾ കുത്തനെ ഇറക്കമാണ്. ഒരുപാട് പേര് താഴോട്ട് ഇറങ്ങി പോകുന്നത് നമുക്ക് കാണാം. ജസ്റ്റ് ഞാൻ ആ ഒരു വ്യൂ കാണിച്ചു തരാം. നോക്കിക്കോളൂ. അപ്പോൾ അങ്ങനെ താഴേക്ക് നോക്കിയപ്പോൾ ഒരുപാട് ലെയേഴ്സ് നമ്മൾ താഴോട്ട് കുത്തനെ ചുറ്റി വളഞ്ഞ് പോകണം. അങ്ങ് എൻഡ് വരെ ചെറുതായിട്ട് ആൾക്കാർ പോകുന്ന വരെ നമുക്ക് കാണാം. അത് ഈശ്വര ഇറങ്ങണോ എന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് വന്നതല്ലേ, അപ്പോൾ എന്തായാലും ഇറങ്ങാമെന്ന് വെച്ചു. അങ്ങനെ ഇറങ്ങി വന്നപ്പോൾ സൈഡിൽ കൂടെ എനിക്കൊരു വ്യൂ കിട്ടിയതാണ്. ഒരു രക്ഷയില്ലാത്ത വ്യൂ. അവിടുന്ന് പിന്നെയും ചാടി താഴെ ഇറങ്ങുമ്പോൾ നമ്മൾ നേരിട്ട് കണ്ടേക്കാണ് നമ്മളുടെ അതിരപ്പള്ളി വാട്ടർഫോൾസ്. നമ്മൾ വീഡിയോസിൽ മാത്രം ഞാൻ കണ്ടിട്ട് കാണണം വിചാരിച്ചിട്ടായിരുന്നു. പക്ഷെ ഇത്രയും ഭംഗി ഇതിലുണ്ടായിരിക്കും എന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വാട്ടർഫാളാണ്, ഒന്നും പറയാനില്ല. ഇത്രയും പാടുപെടണമെങ്കിലും ഒരുപാട് പേര് താഴെ വരെ ഇറങ്ങി വരുന്നുണ്ട്. കുറച്ച് പേര് പകുതിക്ക് സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. സ്കിപ്പ് ചെയ്തവർക്ക് വലിയൊരു നഷ്ടമാണെന്ന് ഞാൻ പറയുള്ളൂ. കാരണം അതിരപ്പള്ളി വാട്ടർഫാൾസിൻ്റെ അടുത്ത് വരെ എത്തിയിട്ട് നമ്മളുടെ താഴോട്ട് ഇറങ്ങാനുള്ള മടി കാരണം നമ്മൾ സ്കിപ്പ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര ഒരു നഷ്ടമായിരിക്കും. നമ്മൾ ഇത്ര ദൂരെ നിന്നിട്ടും ആ ഒരു വെള്ളത്തിൻ്റെ പവർ കണ്ടില്ലേ. നമ്മളുടെ എല്ലാം മേത്ത് മൊത്തം അടിച്ച് കയറാണ്. ആരും ഇതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. ഇനിയും യാത്രകൾ കണ്ടിന്യൂ ചെയ്യാനുള്ളവരുണ്ട്. എങ്ങനെ നന്നിട്ട് പോകും എന്നൊന്നും ചിന്തിക്കുന്നില്ല. എല്ലാവരും ഇത് കണ്ടതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ്.
ഞങ്ങൾ 3 പേരും അവിടെ നിന്ന് തിരിച്ചു പോന്നപ്പോഴത്തേക്ക് ഫുൾ നനഞ്ഞിട്ടാണ് വന്നത്. പക്ഷേ നമുക്ക് അതിനകത്തിൽ ഒരു റിഗ്രറ്റും തോന്നിയിട്ടില്ല എന്നുള്ളതാണ്. കാരണം അതിൻ്റെ ആ ഒരു ബ്യൂട്ടി, അവിടെ ചെന്ന് നിൽക്കുമ്പോൾ ഒരു വൈബ് ഒക്കെ അതൊരു വേറൊരു ലെവലാണ്. എനിക്കതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് നല്ലൊരു വീഡിയോ ഫോട്ടോ ഒക്കെ കിട്ടണമെന്നുണ്ടായിരുന്നു. പിന്നെ ഒരു ചേട്ടനെ കൊണ്ടൊരു ഫോട്ടോ എടുപ്പിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ എങ്ങനെയൊക്കെ ക്യാമറ പിടിച്ചാലും ഇതിൻ്റെ ഫുള്ളായിട്ടുള്ളൊരു വ്യൂ കിട്ടുക എന്നുള്ളത് ഭയങ്കര പാടാണ്. അത്രയ്ക്കിങ്ങനെ വൈഡായിട്ട് നിൽക്കുന്നു, നല്ല രസമാണ്. ഈ ഒരു പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫേഴ്സ് അല്ല വീഡിയോഗ്രാഫേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഫോട്ടോ വീഡിയോ എടുക്കാൻ ഒരു പ്ലേസ് ആണെന്ന് പറയാം. പിന്നെ ഈ ഒരുപാട് ആൾക്കാരുള്ളപ്പോഴത്തേക്ക് നമുക്ക് എന്താ പറയുക, ഭയങ്കര ഫ്രീ ആയിട്ട് നിന്ന് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ലായിരുന്നു. നിറച്ച ആൾക്കാരാണ്. നമ്മൾ അങ്ങോട്ട് വീഡിയോ പിടിച്ചാലും ഇങ്ങോട്ട് പിടിച്ചാലും എല്ലാം നിറച്ച ആൾക്കാർ നിൽക്കണം. പക്ഷെ നമ്മൾ ഈ പുഴ കാണുമ്പോഴത്തേക്ക് ഇതൊന്നും ചിന്തിക്കത്തില്ല, ഈ ഒരു വാട്ടർഫാൾ കാണുമ്പോഴത്തേക്ക്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് നനയുന്നത് നോക്കിക്കോളൂ. അങ്ങോട്ടെല്ലാം ചുറ്റും ആൾക്കാരാണ്, എല്ലാവരും നിന്ന് നനയാണ്. നമ്മൾ അതിനോട് എത്രയും ഫാറാണ് നിൽക്കുന്നതെന്നൊന്ന് ഓർത്ത് നോക്കണം. ഇതാണ് അതിൻ്റെ ക്ലോസ് വ്യൂ. വീണിട്ടിങ്ങനെ മഞ്ഞ് പെയ്ത് വരുന്നത് പോലെയാണ് നമുക്ക് ആ ഒരു ഫീല് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. ഞാൻ എത്രത്തോളം പറഞ്ഞിട്ടത് നിങ്ങളിൽ എത്തിക്കും എന്ന് എനിക്കറിയത്തില്ല, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ നമ്മൾ വാട്ടർഫാൾ കണ്ടു കഴിഞ്ഞു. നേരെ ആ കയറ്റമെല്ലാം തിരിച്ച് കയറി ക്ഷീണിച്ച് അവിടെ തൊട്ടപ്പുറത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ വന്ന് കയറിയിട്ടുണ്ട്. മൊത്തം നനഞ്ഞിരിക്കുകയാണ്. ശ്രീയുടെ ഡ്രസ്സ് മൊത്തം നനഞ്ഞുകൊണ്ട് ഡ്രസ്സെല്ലാം മാറ്റി തലയൊക്കെ ചെറുതായിട്ടൊന്ന് തോർത്തി നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. കയറി ഫുള്ള് വന്നു. അപ്പം നമ്മളിവിടെ തൊട്ടപ്പുറത്ത് തന്നെ ഉള്ളിടത്ത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നേക്കാണ്. ഇവിടെ നമുക്ക് വെള്ളച്ചാട്ടത്തിൻ്റെ ചെറിയൊരു വ്യൂ കാണാൻ വേണ്ടിയിട്ട് പറ്റേ. നമുക്ക് ആ ഒരു വ്യൂ കണ്ടുകൊണ്ടിരുന്നിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇതാണ് നമ്മൾ അവിടെ വന്ന് ഇരുന്ന് കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന വ്യൂ. ടോപ്പിൽ നിന്നുള്ള ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു ലോങ് വ്യൂ ആണ് കിട്ടുന്നത്. നമ്മൾ ക്ലോസിൽ പോയി കാണുന്ന വ്യൂവും ഇതുമായിട്ടൊന്നും എങ്ങും എത്തില്ല എന്ന് വേണം പറയാം. പക്ഷേ നമുക്ക് ആ ഒരു വ്യൂവിൽ കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇഷ്ടമുള്ളവർക്ക് അപ്പോൾ അവിടെ കയറി കഴിക്കാവുന്നതാണ്. പിന്നെ നമ്മൾ പറഞ്ഞത് ബീഫ് ബിരിയാണി ആയിരുന്നു. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ സലാഡ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഫുഡ് നമുക്ക് അത്ര വലിയ മെച്ചം എന്ന് പറയാനില്ല. കാരണം ഇങ്ങനെയുള്ള ഡെസ്റ്റിനേഷനിൽ ഇതേ അവൈലബിൾ ആവുള്ളൂ. അപ്പോൾ നമ്മൾ കിട്ടുന്ന ഫുഡ് കഴിച്ചിട്ട് പോവുക എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ അതിരപ്പള്ളിയിൽ നിന്ന് ഇറങ്ങി കുറേ ഫ്രണ്ടിൽ വന്നപ്പോഴത്തേക്ക് ഒരു ചെക്ക് പോസ്റ്റ് വന്നു. ഇനി നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനായ വാൽപ്പാറയിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ചെക്ക് പോസ്റ്റിൽ എൻട്രി ചെയ്യുമ്പോഴത്തേക്കിന് നമുക്കൊരു സ്ലിപ്പ് തരും. ഈ ഒരു സ്ലിപ്പ് നെക്സ്റ്റ് മലക്കപ്പാറ എന്ന് പറയുന്ന ഒരു ചെക്ക് പോസ്റ്റിലെത്തും. അവിടെ ചെല്ലുമ്പോഴത്തേക്ക് നമ്മൾ ഈ ഒരു സ്ലിപ്പ് കാണിക്കണം. എങ്കിൽ മാത്രമേ നമ്മളത് അവിടുന്ന് ഓപ്പൺ ചെയ്തിട്ട് വാൽപ്പാറ റൂട്ടിലൂടെ നമ്മളെ വിടത്തുള്ളൂ. അപ്പം ഇനി അങ്ങോട്ട് പോകുന്ന വഴി ഫുള്ള് വ്യൂസ് കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ നമ്മളിതാ ചെക്ക് പോസ്റ്റ് അങ്ങനെ പുറത്ത് ഇറങ്ങുകയാണ്. അവർ നമുക്കിതാ എല്ലാം ഓപ്പൺ ആക്കി തന്നിട്ടുണ്ട്. അതിരപ്പള്ളി വാട്ടർഫാൾസ് ഒക്കെ കണ്ടതിന് ശേഷം അവിടുന്ന് നമ്മൾ നേരെ വാൽപ്പാറയിലേക്കാണ് വന്നത്. വാൽപ്പാറ വന്ന് അവിടെ ഒരു ചെറിയ ചെക്ക് പോയിന്റ് ഉണ്ട്. അപ്പോൾ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ട് അവിടുന്ന് നമുക്കൊരു പേപ്പറും കാര്യങ്ങളൊക്കെ തരും. അതുമായിട്ട് നമ്മൾ ഇവിടുന്ന് നേരെ മലക്കപ്പാറയ്ക്കാണ് പോകുന്നത്. അപ്പോൾ മലക്കപ്പാറയ്ക്ക് പോകാമെന്ന് പറയുമ്പോഴത്തേക്ക് വാൽപ്പാറയിൽ നിന്ന് നമുക്കൊരു 55 കിലോമീറ്റർ വരുന്നുണ്ട് മലക്കപ്പാറയ്ക്ക്. ഇപ്പോൾ കാട്ടിലൂടെ ഉള്ളൊരു വഴിയാണ്. ചെറിയൊരു ഇരുട്ട് ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള ഒരു വഴിയാണ് വരുന്നത്. പോകുന്ന വഴി നമുക്ക് കുറച്ചധികം കാഴ്ചകൾ കാണാം. ഇപ്പം നമ്മളിതാ വരുന്ന ഭാഗത്ത് ഒരു ലേക്ക് കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ പോവാണ്. ഇവിടുന്ന് നമ്മൾ മലക്കപ്പാറയിൽ ഒരു 6 മണിക്ക് ഉള്ളിൽ ആ ഒരു ചെക്ക് പോയിന്റിൽ നമ്മൾ എത്തണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അകത്തോട്ട് നമ്മളെ കയറ്റി വിടത്തില്ല. കാരണം ഈ ഒരു ഫോറസ്റ്റ് ഏരിയ ആയതുകൊണ്ട് തന്നെ രാത്രി വാഹനങ്ങളൊന്നും അത് കഴിഞ്ഞാൽ കടത്തി വിടത്തില്ല. നമ്മളിപ്പോൾ ഒരു 4:30 കഴിഞ്ഞ ടൈമിലാണ് വാൽപ്പാറ ചെക്ക് പോസ്റ്റ് നമ്മൾ കയറിയത്. അപ്പം അതിനുള്ളിൽ നമ്മൾ അവിടെ എത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്ന് തന്നെ നമുക്ക് മലക്കപ്പാറ ചെക്ക് പോയിന്റ് കഴിഞ്ഞിട്ട് പുറത്തിറങ്ങാൻ പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പുറത്ത് എവിടെയെങ്കിലും ആയിരിക്കും സ്റ്റേ ചെയ്യുന്നത്. എന്തായാലും നമ്മൾ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതായതുകൊണ്ട് നമ്മൾ
ഒരുപാട് ധൃതിയൊന്നും വെച്ചിട്ട് പോകുന്നില്ല. ഇങ്ങനെ ചെറിയ രീതിയിൽ കാഴ്ചകളൊക്കെ കണ്ട് ഈ ഒരു പച്ചപ്പൊക്കെ ഒന്ന് ആസ്വദിച്ച് പോവാണ്. അപ്പം ഇതിൻ്റെ കുറച്ച് ക്ലിപ്പിങ്സ് ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്ത് പോകാം. അപ്പോൾ നമുക്ക് നമ്മൾ എങ്ങനെയാണ് എപ്പോഴാണ് റീച്ച് ചെയ്യുന്നതെന്നൊക്കെ ഉള്ളത് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ കാണിച്ചു തരാമേ. അങ്ങനെ നമ്മൾ കാഴ്ചകൾ കണ്ട് സാവധാനം പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇനിയിപ്പോൾ ചെക്ക് പോസ്റ്റ് 6 മണിക്കുള്ളിൽ നമുക്ക് അപ്പുറത്തെ ക്രോസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതിൻ്റെ മിഡിൽ എവിടെയെങ്കിലും നമുക്ക് സ്റ്റേ നോക്കാമെന്ന് വിചാരിച്ചു. ഇതിന് ഇടയ്ക്കൊന്നും വലിയ ഹോട്ടൽസ് കാര്യങ്ങളൊന്നും ഇല്ല, എങ്കിലും എന്തെങ്കിലും കുഞ്ഞു ഒരു ഇതാണെങ്കിലും നമുക്ക് അവിടെ നിൽക്കാമെന്ന് വിചാരിച്ചു. കാരണം നമുക്കിത് എൻജോയ് ചെയ്ത് പോകണമെന്ന് തന്നെ ഉണ്ടായിരുന്നു. നമ്മൾ എന്തായാലും മെനക്കെട്ട് ഇറങ്ങിയല്ലേ, അപ്പോൾ ആ ഒരു നേച്ചർ നല്ലപോലെ എൻജോയ് ചെയ്ത് തന്നെയാണ് ഞങ്ങൾ പോയത്. അങ്ങനെ നമ്മൾ ഓടിച്ചോടിച്ച് നല്ല രാത്രിയായിട്ടുണ്ട്. ഇവിടെ കുറച്ച് നമ്മൾ ആ ഒരു ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് പോകുന്ന പോയിന്റിൽ റോഡ് ഭയങ്കരമായിട്ട് കുലുങ്ങി വേണം പോകാൻ. അത് റോഡ് പൊളിഞ്ഞു കിടക്കുന്നതല്ല, ആ ഒരു രീതിയിൽ അവർ സെറ്റ് ചെയ്തിട്ടേക്കുന്നതാണ്. ഫുള്ള് കുലുങ്ങി. എനിക്ക് തോന്നുന്നു ഒരു 10-15 കിലോമീറ്ററോളം ആ ഒരു രീതിയിൽ ജസ്റ്റ് നമ്മൾ ഈ ഹമ്പ് ഇടുന്ന പോലെ തന്നെ ഹമ്പ് കുഞ്ഞു ഹമ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും സിക്സാക്ക് പോലെ വെച്ചേക്കാണ്. അപ്പോൾ ആ ഒരു വഴിയിൽ കൂടെ നമ്മൾ പോകുന്നത്. ഇനി നമ്മൾ അവിടെ ചെന്നിട്ടാണ് സ്റ്റേ കണ്ടുപിടിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ നേരത്തെ ഒന്നും സെറ്റ് ചെയ്ത് വെച്ചിട്ടില്ല. നേരത്തെ സെറ്റ് ചെയ്യണം, പ്ലാൻ ചെയ്തിട്ട് പോകണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് നടന്നിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും അവിടെ ചെന്ന് കണ്ടുപിടിക്കാം എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ വാൽപ്പാറയിലെത്തി കുറേ അധികം സെർച്ചിങ്ങിന് ശേഷം അത്യാവശ്യം നല്ല ഒരു ഹോട്ടൽ നമുക്ക് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നേരത്തെ 1-2 എണ്ണം നല്ലത് നമ്മൾ പോയി കണ്ടു. അപ്പോഴത്തേക്ക് അവിടെയൊക്കെ ഫുൾ ബുക്കിംഗ് ആയിട്ടുണ്ടായിരുന്നു. ഫൈനലി നമുക്ക് അവിടുന്ന് ആ ഒരു ടൗണിൽ നിന്ന് അധികം ദൂരം ഇല്ലാതെ തന്നെ നമുക്ക് മെയിൻ ഏരിയയിൽ തന്നെ നല്ലൊരു ഹോട്ടൽ കിട്ടിയിട്ടുണ്ട്. അവിടെ തലേന്നത്തെ അത്തപ്പൂവിൻ്റെയൊക്കെ നമ്മളപ്പം അവിടെ വന്ന് നമ്മുടെ കാറൊക്കെ പാർക്ക് ചെയ്ത് റൂമെല്ലാം എടുത്തതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയേക്കാണ്. നമ്മളുടെ ഹോട്ടലിൻ്റെ പേര് ടീ ഗാർഡൻ റിസോർട്ട് എന്നാണ്. അതിൻ്റെ അപ്പുറത്തെ സൈഡിൽ ഫുള്ള് നമുക്ക് രാവിലെ നല്ല വ്യൂ ആണെന്നാണ് പറഞ്ഞത്. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നടന്നു ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ ലഗേജ് എല്ലാം കൊണ്ട് വെച്ചിട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇറങ്ങാൻ മടിയായിരിക്കും. അപ്പം ക്ഷീണവും മടിയും വരുന്നതിന് മുന്നേ തന്നെ കാറും പാർക്ക് ചെയ്ത് അവർക്ക് റൂമും ബുക്ക് ചെയ്തിട്ട് നമ്മൾ അവിടെ നിന്ന് തൊട്ടപ്പുറത്താന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇറങ്ങി നടന്നു പോയി കഴിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു. അവിടെ അത്യാവശ്യം രാത്രി ആയതുകൊണ്ട് തന്നെ നല്ല തണുപ്പുണ്ടായിരുന്നു. ഇറങ്ങി നടന്നപ്പോൾ നമ്മൾ പെട്ടോ എന്നൊരു ഡൗട്ട് തോന്നി. അത്യാവശ്യം ഞങ്ങൾ നടന്ന് കുറച്ചധികം നടക്കേണ്ടി വന്നു. ഇങ്ങോട്ട് പോയപ്പോഴത്തേക്ക് തൊട്ടപ്പുറത്താന്ന് പറഞ്ഞെങ്കിലും ഇച്ചിരി ഒന്ന് കറങ്ങിയൊക്കെ വേണം ഇറങ്ങി വരാൻ വേണ്ടിയിട്ട്. ടോപ്പിൽ നിന്ന് നമ്മൾ ഏറ്റവും താഴെ മെയിൻ റോഡിലോട്ട് വരണമായിരുന്നു. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇറങ്ങിയതല്ലേ, അപ്പോൾ നടന്ന് അവിടെ എത്തി നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറാൻ വേണ്ടിയിട്ട് പോവുകയാണ്. നമ്മളുടെ റൂമിൽ നിന്ന് 1 കിലോമീറ്റർ നടന്ന് ഫുഡ് കഴിക്കാനുള്ള സ്പോട്ട് കണ്ടെത്തിയിരിക്കുകയാണ്. അങ്ങനെ ഫുഡ് കഴിക്കാനുള്ള ഹോട്ടലെത്തി. കുറേ ടയേർഡാണ്. ഇന്നലെയും ഉറങ്ങിയിട്ടില്ല. ഇന്നലെ നമ്മൾ ഒരു രാത്രി ഒരു 11-12 മണി ആയിട്ടുണ്ടായിരുന്നു ഗുരുവായൂരെത്തിയപ്പോൾ. വെളുപ്പിന് നമ്മൾ 4 മണി ആയപ്പോൾ എണീറ്റാണ്. പാകപ്പാട് 2-3 മണിക്കൂറാണ് ഉറങ്ങിയത്. ഇന്നും ഉറക്കം ഒന്നും നടന്നിട്ടില്ല. ഇനിയിപ്പോൾ എന്തായാലും ഫുഡ് കഴിച്ചിട്ട് കാണാം. നമ്മളൊരു 8:45 ആയപ്പോഴാണ് അവിടെ എത്തിയത്. 9 മണിയാകുമ്പോൾ അവിടുത്തെ ഹോട്ടൽസ് എല്ലാം ക്ലോസ് ചെയ്യും. ആകെ മസാല ദോശ മാത്രമാണ് ഉണ്ടായിരുന്നത്. അപ്പം ദോശ കഴിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങി. എഗെയിൻ രണ്ടാമതൊന്നും ഓർഡർ ചെയ്യാൻ നോക്കിയിട്ട് പോലും അവിടെ കിട്ടിയില്ല. എന്താണ് ഇവിടെയൊക്കെ 9 മണിയാകുമ്പോൾ ക്ലോസ് ചെയ്യുന്നതെന്ന് പോലും മനസ്സിലായില്ല. അങ്ങനെ നമ്മൾ തിരിച്ച് നടന്ന് ഹോട്ടലിലെത്തി. തിരിച്ച് വന്നപ്പോൾ നമുക്കൊരു ഷോർട്ട് കട്ട് കിട്ടി. ഒരു കയറ്റം കയറിയപ്പോൾ തന്നെ നമ്മളുടെ റൂമിലോട്ടുള്ള വഴിയിലെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആദ്യം അങ്ങോട്ട് പോയപ്പോൾ വഴിയൊന്നും പരിചയമില്ലല്ലോ, അതുകൊണ്ട് പറ്റിയ പ്രശ്നമാണ്. അപ്പോൾ തിരിച്ചു വന്നു. നമ്മുടെ ലഗേജസ് എല്ലാം നമ്മളെടുത്തു. ഇനി നമ്മളുടെ റൂമിലോട്ട് പോവുകയാണ്. എല്ലാവരും മാറിക്കിടന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഊർജ്ജസ്വലതയിൽ നിൽക്കുകയാണ്. കാരണം എല്ലാവരും അത്രയും ടയേർഡാണ്. ഇനി നേരെ ചെല്ലണം, നമ്മുടെ ലഗേജൊക്കെ വെക്കണം, ഡ്രസ്സ് ചേഞ്ച് ചെയ്യണം, എല്ലാവർക്കും ഒന്ന് ഫ്രഷ് ആവണം, അപ്പം തന്നെ കയറി കിടന്ന് ഉറങ്ങണം. അതാണ് എല്ലാവരുടെയും ലക്ഷ്യം. അപ്പോൾ അങ്ങനെ നമ്മളുടെ റൂമിൻ്റെ ഫ്രണ്ടിലെത്തിയേക്കാണ്. റൂം നമ്പർ 103 നമ്മളുടെ റൂം വന്നേക്കുന്നത്. ഞാൻ പെട്ടെന്ന് തന്നെ ജസ്റ്റ് റൂം ഒന്ന് കാണിച്ചേക്കാം. കാരണം നാളെ രാവിലെ ഇത് ഏത് കോലത്തിലായിരിക്കും എന്നറിയില്ല. അപ്പോൾ കാരണം നമ്മളിതെല്ലാം നമ്മുടെ സാധനങ്ങളെല്ലാം ഇനി എടുത്തിട്ട് കഴിയുമ്പോൾ ഇവിടെ എല്ലാം അലങ്കോലം ആവില്ല. അവരെല്ലാം സെറ്റാക്കി ഇട്ടേക്കുന്നതായിരിക്കും. അപ്പം അത്യാവശ്യം നല്ലൊരു ബെഡുണ്ട്, TV വന്നിട്ടുണ്ട്, നമുക്ക് ഇരിക്കാനൊരു സ്പേസ് ഉണ്ട്, പുറത്ത് ബാൽക്കണിയിലോട്ടൊരു ഡോറുണ്ട്. ഇത് നമ്മളുടെ ബാത്റൂമാണ്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള നല്ലൊരു ബാത്റൂമാണ് വന്നേക്കുന്നത്.
വന്നേക്കുന്നത്. നമുക്ക് ഹീറ്ററും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്, അതുകൊണ്ട് തണുപ്പിനെ ഒന്നും നമ്മൾ പേടിക്കേണ്ട. പിന്നെ അവിടെ നിന്ന് ഇപ്പുറത്തോട്ട് വരുമ്പോഴത്തേക്കിനും നമുക്ക് ഡ്രസ്സിങ് ഏരിയയും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മളുടെ ഇന്നത്തെ ഡേയിലെ ഈ ഒരു വ്ളോഗ് നമ്മൾ എൻഡ് ചെയ്യുകയാണ്. നമ്മളപ്പോൾ റൂമിലെത്തി. ഇനിയിപ്പം കഴിഞ്ഞ ദിവസത്തെ ഉറക്കമൊക്കെ ബാക്കിയുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നാളെ മോർണിംഗ് നമ്മൾ അടുത്ത ഒരു സ്ഥലവും വ്ളോഗും ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും. പിന്നെ ഇന്നിപ്പോൾ ഈവനിങ് നമ്മൾ കഴിച്ച ഫുഡും ഭയങ്കര ഫ്ലോപ്പായിരുന്നു. നമുക്ക് ഇന്ന് ഉച്ച മുതൽ കിട്ടുന്ന മറ്റേ അതിരപ്പള്ളി മുതൽ കിട്ടുന്ന ഫുഡ് ഭയങ്കര ഫ്ലോപ്പായിരുന്നു. ഇപ്പോൾ രാത്രിയിൽ നമ്മൾ കഴിച്ചതും ദോശയൊക്കെ ആണെങ്കിലും നമുക്ക് തണുത്തിട്ട് ഭയങ്കര ഒരു പ്രത്യേകിച്ച് വലിയ ടേസ്റ്റും ഒന്നും ഇല്ലാത്ത സംഭവമാണ് കിട്ടിയത്. പിന്നെ നമുക്ക് വിശപ്പുള്ളതുകൊണ്ട് എല്ലാവരും കഴിച്ച് വന്ന് ഹോട്ടലിലെത്തി. അപ്പം ഇന്ന് നമ്മൾ ഇവിടെയാണ് സ്റ്റേ ചെയ്യുന്നത്. ഇവിടെ നമുക്ക് റൂമിൻ്റെ അവിടുന്ന് ചെറിയൊരു ബാൽക്കണി ഉണ്ട്. അവിടെ ഫുള്ള് മറ്റേ എന്താ പറയുക, തേയിലത്തോട്ടത്തിൻ്റെ വ്യൂ ആണെന്നാണ് തോന്നുന്നത് ഈ ഒരു ഇരുട്ടിൽ കണ്ടിട്ട്. അപ്പം മോർണിംഗിൽ ആ ഒരു വ്യൂ ഒക്കെ കാണിക്കാം. അപ്പം നാളെ പുതിയ ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.